ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലോട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ വാട്സപ്പ് ലോക്കിലെ രണ്ട് രഹസ്യ ട്രിക്സുകളാണ്. ഇതിപ്പോൾ അധികം ആൾക്കും അറിയുന്നതായിരിക്കില്ല, അറിയാത്തവരായിരിക്കും കൂടുതൽ ആളുകളും. അറിയുന്നവരാണെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്നാൽ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനായി നമ്മളിപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഗ്രൂപ്പോ ഏതോ കോൺടാക്റ്റോ നമ്മൾ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മുകളിലായിട്ട് കാണുന്നത് പോലെ ലോക്ക്ഡ് ചാറ്റ് എന്ന് നിങ്ങൾ കാണാൻ സാധിക്കും. നമ്മുടെ വാട്സപ്പിൽ ഏതെങ്കിലും വേറെ ആരെങ്കിലും എടുത്ത് നോക്കിയാൽ തന്നെ നമ്മുടെ മുകളിലായിട്ട് തന്നെ ഇങ്ങനെ ലോക്ക്ഡ് ചാറ്റ് എന്ന് കണ്ടാൽ തന്നെ അതിലെന്തോ വേറെ എന്തോ ഉണ്ട് എന്നൊക്കെ വിചാരിക്കും. പക്ഷേങ്കിൽ നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോക്ക്ഡ് ചാറ്റ് എന്നുള്ളത് അവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കുന്നതല്ല. നമ്മുടെ വാട്സപ്പിൽ ഏതൊരു ചാറ്റ് ലോക്ക് ചെയ്ത് വെച്ചാലും ആ മുകളിലായി കാണുന്നത് പോലെ ലോക്ക്ഡ് ചാറ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ അവിടെ ഉണ്ടാകുന്നതല്ല. സാധാ നോർമലായിട്ട് നമ്മുടെ വാട്സപ്പിലുള്ളത് അങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ വാട്സപ്പിൽ ഒരു ചാറ്റ് ഇപ്പോൾ ലോക്ക് ചെയ്ത് കാണിച്ചു തരാം. അങ്ങനെ ഞാൻ ഇപ്പോൾ ഒരു ചാറ്റ് ലോക്ക് ചെയ്യാണ്. ഞാൻ ഇപ്പോൾ ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് മുകളിലായിട്ടുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം നമ്മുടെ ലോക്ക് ചാറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ലോക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ലോക്ക് ചെയ്യാണ്. അതിനുശേഷം നമ്മുടെ ഫോണിൽ ലോക്ക് അടിച്ചു കൊടുത്തതിന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ കോൺടാക്റ്റ് എന്താ ഇപ്പോൾ മുകളിലായിട്ട് കാണുന്ന ലോക്ക്ഡ് ചാറ്റ് എന്ന് പറയുന്നത് പോലെ അവിടെ മുകളിലായിട്ട് അങ്ങനെ ലോക്ക്ഡ് ചാറ്റ് എന്ന് കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ലോക്ക്ഡ് ചാറ്റ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫോണിൻ്റെ ലോക്ക് എന്താണ് അവിടെ ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ലോക്ക് ചെയ്ത് വെച്ചതൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം മുകളിൽ 3 ഡോട്ട് കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ചാറ്റ് ലോക്ക് സെറ്റിംഗ് കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെയായിട്ട് ID ലോക്ക്ഡ് ചാറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഫസ്റ്റ് തന്നെ അതിലെന്ത് ചെയ്യുന്നത് ക്ലിക്ക് ചെയ്യുക. സീക്രട്ട് കോഡ് കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഇമേജ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യുകയാണ്. ഞാനിപ്പോൾ അധികം ആളുകളും ടൈപ്പ് ചെയ്യാത്തെന്തെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു ഇമേജാണ് സെലക്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇതിൽ ഈ ഇമേജ് സെലക്ട് ചെയ്യാണ്, ഈ 3 സെലക്ട് ചെയ്യാൻ. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഏത് ഇമേജ് വേണമെങ്കിലോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ടെക്സ്റ്റ് മെസ്സേജ് വേണം, അത് വേണമെങ്കിൽ എന്ത് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ എന്താണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ സീക്രട്ട് കോഡ് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. അതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ എന്താണ് അവിടെ കൊടുത്ത സീക്രട്ട് കോഡ് തന്നെ ഇവിടെയും അവിടെ എത്ര കൊടുത്തെന്ന് വെച്ചാൽ അത്ര എണ്ണം ഇവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഡണ്ണ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇപ്പം ബാക്ക് അടിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഞാൻ ലോക്ക് ചെയ്ത് വെച്ച ആ മുകളിലായിട്ട് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്നും കാണിക്കുന്നില്ല. പക്ഷെ ഞാൻ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ വാട്സപ്പ് ആരും ഓപ്പൺ ചെയ്ത് നോക്കിയാലും ഇവിടെ ലോക്ക്ഡ് ചെയ്ത് വെച്ചതായി കാണുന്നതല്ല. ഇവിടെ നമുക്കങ്ങനെ ആ ലോക്ക്ഡ് ചെയ്ത് വെച്ചത് ഓപ്പൺ ചെയ്യാൻ കാണിച്ചു തരാം. അതിനായിട്ട് മുകളിലായിട്ട് ഒരു സെർച്ച് ഐക്കൺ കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്താണ് സീക്രട്ട് കോഡ് വെച്ച് എന്ന് വെച്ചാൽ അതിവിടെ ടൈപ്പ് ചെയ്ത് ചെയ്യുക. നമ്മൾ എത്ര സീക്രട്ട് കോഡ് വെച്ച് വെച്ചാൽ അതിവിടെ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ലോക്ക്ഡ് ചാറ്റ് ഇവിടെ അൺലോക്കായി തന്നെ കിടക്കുന്ന കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ലോക്ക് ചെയ്ത് വെച്ച അതിലേക്കാണ് നേരെ ഓട്ടോമാറ്റിക്കായി പോവുക. ഇതുപോലെ നമുക്ക് ഈസി ആയിക്കൊണ്ട് തന്നെ നമ്മുടെ ചാറ്റുകളൊക്കെ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചതൊന്നും ആരും അറിയുന്നതുമല്ല. വീഡിയോ നിങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഒരു അടിപൊളി വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം.